വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ രാജ്യസഭയിൽ പാസ്സായിരിക്കുകയാണ്. അതിനേക്കാൾ ഏറെ ശ്രദ്ധ പിടിച്ചത് കേരളത്തിലെ എംപിമാർ തമ്മിലുള്ള വാക്പോരായിരുന്നു. നല്ല കുറുക്കിക്കൊള്ളുന്ന വർത്തമാനങ്ങളും ആകർഷണീയമായ വാക്കുകളുമായിരുന്നു. അത് ഈ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയുമായിട്ടുള്ള വാക്പോരല്ലേ. ഈ ബ്രിട്ടാസ് എന്ന് പറയുന്നത് ഒരു ഷോമാനാണ്, അതിനപ്പുറമൊന്നുമില്ല. അതിനോടൊപ്പം വേറൊരു ഷോമാൻ കൂടി ആ രാജ്യസഭയിലുണ്ട്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഡബിളെ റഹീം അല്ലേ. അതുപോലെ എനിക്കറിയാവുന്ന മറ്റൊരു എം പി ഉണ്ട്, ശിവദാസൻ. അദ്ദേഹം എന്തും സ്റ്റഫുള്ള ഒരു എം പി ആണെന്നറിയാം. CPM തന്നെയാണ്. നമ്മൾ CPM അടച്ചാക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞാൽ ഉള്ളവരെ അതിൻ്റേതായ രീതിയിൽ തന്നെ കാണുകയും വിലയിരുത്തുകയും വേണം. ശിവദാസനെ പോലുള്ള ഒരു MP ഇരിക്കുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഈ രണ്ട് ഷോ പീസുകളും കൂടെ പോയിട്ടുള്ളത്, ഡബിളെ റഹീമും ജോൺ ബ്രിട്ടാസും. ജോൺ ബ്രിട്ടാസിൻ്റെ വിചാരം ഇവിടെ ഇരുന്ന് ഈ കൈരളി TV MD ആയിട്ടിരിക്കുന്നത് പോലെയാണ് പാർലമെൻറ്റിൽ പോയി കുരയ്ക്കുന്നതെന്നാണ് വിചാരിച്ചത്. അവർക്ക് പറ്റിയ ഒരു ക്ഷീണമെന്ന് പറയുന്നത് ഈ വഖഫ് ബില്ലങ്ങ് പാസ്സായി. അത് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ഈ കൂടുതൽ അസ്വസ്ഥരായി മാറിയത്. എന്തുകൊണ്ട്? ഇത് മുനമ്പത്ത് നിന്ന് വൻ തിരിച്ചടിയാണ് LDFനും അതുപോലെ തന്നെ UDFനും കോൺഗ്രസിനും കിട്ടിയത്. അതങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത, എന്നിട്ട് എന്താണ് പറഞ്ഞത് ബ്രിട്ടാസ്? കേരളത്തിലുള്ള ഇത്രയും പേരെ 600 കുടുംബക്കാരുണ്ട്, അതിന് മുഴുവൻ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് LDF ആണെന്ന്. ഏത് തരത്തിലാണ് LDF ഒരുക്കിയിരിക്കുന്നത്? ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ക്രൈസ്തവ മേഖലകളിലൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് BJPയിൽ നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് ഷോൺ ജോർജിന് അതിനകത്ത് പ്രത്യേക ക്രെഡിറ്റ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതിനവർ പറയുന്നത് എന്താണെന്നറിയാമോ? ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ ഈ ക്രൈസ്തവരെ അങ്ങ് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി എടുത്ത ഒരു തന്ത്രമാണ് അത്. ക്രൈസ്തവരെ തന്നെ ഭിന്നിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുകുന്നവരുണ്ട് ഇവിടെ. ഓരോ ദിവസവും ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടക്കുകയാണ്. ഇവരിപ്പോൾ 2-3 ദിവസമായിട്ട് ഈസ കേരള ക്രിസ്ത്യാനി മുനമ്പം എന്ന് പറയുന്നു. ഇതാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവർക്ക് മനസ്സിലായി, ക്രൈസ്തവരിൽ നിന്ന് വൻ തിരിച്ചടിയാണ് LDFന് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ബ്രിട്ടാസിൻ്റെയൊക്കെ ഈ കൊര നടത്തിയിരിക്കുന്നത്. BJPയിലേക്ക് അങ്ങനെ ചുമ്മാ അങ്ങ് എന്ന് BJPയിലേക്ക് അങ്ങ് ചേക്കേറുകയല്ല ഈ മതമേലധ്യക്ഷന്മാരും വിശ്വാസികളും. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതിൻ്റെ ദോഷഫലം നമുക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഈ ഭേദഗതി ബില്ല് കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ ഇവർ ഈ കോൺഗ്രസും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള MPമാരും ഒക്കെ എതിർത്ത് ഇതുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞിട്ട് എന്താണ്, എവിടേക്ക് പോയി? സുരേഷ് ഗോപിയുമായിട്ട് കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലത്തിന് ഒരബദ്ധം പറ്റിപ്പോയി എന്ന്. ആ അബദ്ധം ഞങ്ങൾ തിരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അബദ്ധം പറ്റി എന്നാണ് പറഞ്ഞത്. മുമ്പ് തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ പോയിട്ട് പിണറായി വിജയൻ, അതായത് PT തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് മത്സരിക്കുന്നു. അപ്പോൾ CPM എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും അവിടെ മെനയുകയാണ്. അന്ന് പിണറായി വിജയൻ ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് 2 തവണ അബദ്ധം പറ്റി, 2016-ലും 2021-ലും. അത് തിരുത്താനുള്ള 21-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത്. അത് തിരുത്താനുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ജനം അത് അപ്പാടെ നിരാകരിച്ചു. ഒരാളുടെ നിര്യാണത്തെ തുടർന്ന് ഒരിടത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ആ ആളിന് തീരെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള വർത്തമാനം നടത്തിയതാണ് ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം ഒന്നുകൂടി വർദ്ധിപ്പിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ അക്കൗണ്ട് പൂട്ടിച്ചു തരും എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സുരേഷ് ഗോപിക്കും അങ്ങ് കൊണ്ടു.
കാരണം സുരേഷ് ഗോപി 2019 അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. പിന്നീട് തുടർന്ന് 5 വർഷം അവിടെ പ്രയത്നിക്കുകയായിരുന്നു. ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നു. കരുവന്നൂർ ബാങ്ക് ഇടപാടിലും ഒക്കെ തന്നെ തക്കതായ ഇടപെടൽ നടത്തി ജനങ്ങളോടൊപ്പം നിന്നു. അപ്പോൾ ഇതൊക്കെ സുരേഷ് ഗോപിയിലോട്ടും BJPയിലോട്ടുമുള്ള ഒരു ചായ്വ് സഭാവിശ്വാസികൾക്കടക്കം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ എമ്പുരാൻ സിനിമയും കയറി വന്നില്ലേ. എമ്പുരാൻ സിനിമ കയറി വന്നപ്പോൾ എന്താണ് പിന്നെ പറഞ്ഞത്? അതിനെ ചൊല്ലി പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ സിനിമയുണ്ടല്ലോ ഏതാ പിന്നെ TP 51 അത് റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് തന്നെയാണ് പ്രസംഗം നടത്തിയത്. ബ്രിട്ടാസും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയായി. കൈരളി ചാനലിൽ തന്നെ ഒന്ന് കൊടുത്തിരുന്നത്. അല്ല, കൈരളി ചാനലിൽ തന്നെ ഈ സിനിമയൊന്ന് പ്രദർശിപ്പിക്കട്ടെ. അതാ അത് പിന്നെ ബ്രിട്ടാസിൻ്റെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് ബ്രിട്ടാസ്. ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ അവിടെ മിണ്ടാതിരിക്കും, ഇവരുടെ ഇംഗ്ലീഷിൽ തലതാഴ്ത്തിയിരിക്കും. ശിവദാസനൊക്കെ അവിടെ ഡോക്ടറേറ്റുള്ള ആളാണ് ശിവദാസൻ. അദ്ദേഹം തലതാഴ്ത്തിയാണ് ഇരിക്കുന്നത് ഈ റഹീമൊക്കെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ. കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു MP ആണ് എന്ന് പറയാനൊരല്പം നാണക്കേടുണ്ട്, ഒരു ഉളുപ്പുണ്ട്. അതുകൊണ്ടാണ് അതും CPMനകത്ത് നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ഈ കൊമ്പ് കോർത്തത് ഇതിന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. സുരേഷ് ഗോപി വന്നിരിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട് വന്നിരിക്കുന്നതാണ്. ബ്രിട്ടാസും റഹീമും ഒക്കെ ചെന്നിരിക്കുന്നത് പാർട്ടിയുടെ രാജ്യസഭ നോമിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്, അതായത് അവിടെ അവർ എത്രത്തോളം ആ മണ്ഡലത്തിൽ ഇറങ്ങി വർക്ക് ചെയ്ത് അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു റിസൾട്ട് വെച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊമ്പ് കോർക്കൽ ഇത് CPMനും വലിയ പ്രഹരം തന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. കാരണം ഈ വഖഫ് ബില്ല് ഇത് വന്നതോടുകൂടി ഇവർക്ക് BJPക്ക് കൂടുതൽ അംഗീകാരം നേടുകയും ചെയ്തു. മുനമ്പമാണ് പ്രധാനമായിട്ടും വഖഫ് ബില്ലെന്ന് പറയുമ്പോൾ. മാത്രമല്ല സാർ, BJPക്ക് ഒരു അംഗീകാരം കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളുണ്ട്. കാരണം ഈ ഒരു വഖഫ് ബില്ലിൻ്റെ ഈ ഒരു ഭേദഗതി ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, പല ഭൂപ്രദേശങ്ങളും ഒരു ഏകാധിപത്യ രീതിയിലോട്ടാണ് ഈ ഒരു വഖഫ് നേരത്തെയുള്ള ഒരു ബില്ലിൽ ഒരു ഏകാധിപത്യ രീതിയിലോട്ടാണ് അവരുടെ ഒരു പോക്ക്. കാരണം നിരവധി മാഫിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വഞ്ചനകൾ ഒക്കെ നടക്കാൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു ഈ ഒരു ഭേദഗതിക്ക് മുമ്പുള്ള ബില്ലെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ, അതായത് ഇന്നലെ ഞാൻ ഒരിടത്ത് കണ്ടതാണ്, ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ സ്വത്താണ് ഈ വഖഫ് ബോർഡിനുള്ളത്. അതായത് ഇന്ത്യയുടെ ഏകദേശം മൂന്നാമത്തെ ധനാഢ്യർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അപ്പം ഇത് എത്രയോ കോടി രൂപ, ദശലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ, അത് ഭൂസ്വത്താകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. വഖഫ് എന്ന് പറയുന്ന ആർക്കും ദാനം ചെയ്യുക, അത് ഒരു ഈശ്വരനിലാവാം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിനാവാം. അപ്പം അങ്ങനെ ദാനം ചെയ്യുന്ന. അപ്പം ഇപ്പോൾ ഈ ഒരു ഭേദഗതി വന്നപ്പോൾ ആ ഒരു മുസ്ലിം വിശ്വാസിയായ ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ വഖഫ് ആക്കി മാറ്റാൻ പറ്റൂ, അത് വഖഫ് പ്രൈവറ്റ് ആക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി പല രീതിയിൽ അതിലെ പല ചട്ടങ്ങളിലും മാറ്റം വരുമ്പോൾ അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെയാണ് ഏറെ ഗുണം ചെയ്യുന്നത്. മാത്രമല്ല ചില പ്രൈവറ്റ് വഖഫ് ബില്ലുകളൊക്കെ, വഖഫ് ബിൽ നേരത്തെ ഉള്ളത് വരുമ്പോൾ ഇപ്പം ഞാൻ ഒരു വ്യക്തിക്ക് ഒരു വഖഫ് എഴുതി കൊടുക്കുകയാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഭൂസ്വത്തുകൾ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ എറണാകുളത്തൊരു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി. എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് നിലവിലുള്ള എൻ്റെ അനന്തരാവകാശികൾക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ഒരംശം ഇവർക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ പിന്നീട് വരുന്ന തലമുറകൾക്കില്ല. പക്ഷേ ഈ ഒരു ഭേദഗതി വരുമ്പോൾ അതിലുള്ള വിധവകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ ഉള്ളവർക്ക് അവർക്ക് കൂടി അവകാശപ്പെടും, വരും തലമുറകൾ കൂടി അവകാശപ്പെടും. ഇത്തരത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങളെ കെയർ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭേദഗതി ബില്ലാണ് ഇപ്പോൾ രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്നത്. അത് ഈ പറയുന്ന CPMനും കോൺഗ്രസും മറ്റുള്ള ഇതൊക്കെ കിടന്ന് അടിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗങ്ങൾ കൂടുതൽ, ഇപ്പം കേരളത്തിലുള്ളവരല്ല, അന്യ സംസ്ഥാനങ്ങൾ മോദിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാണ് ഈ ബില്ലിനെ സ്വീകരിച്ചത്. അപ്പോൾ അവർക്കറിയാം എന്താണ്, മുനമ്പങ്കാർക്കറിയാം ഇതിൻ്റെ വ്യക്തത എന്താണ്, നമ്മളെക്കാൾ ഏറെ അവർക്കറിയാം ഇതിൻ്റെ അറിവ്.
വിഷയം നന്നായിട്ട് അതെ, മനസ്സിലാക്കി. അവർ നന്നായി മനസ്സിലാക്കിയതാണ്. അപ്പൊ ഈ ഒരു ഭേദഗതി ബില്ല്, ഇന്നലെ VD സതീശൻ പറയുന്നുണ്ട് ഈ ഭേദഗതി ബില്ല് കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവും ഇല്ലാന്ന്. പക്ഷെ VD സതീശനേക്കാളും വ്യക്തമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് കൈകാര്യം ചെയ്യും മുൻപോട്ട് പോവുകയും ചെയ്തതാണ് മുനമ്പംകാര്. അപ്പൊ അവർക്ക് VD സതീശനേക്കാളും വ്യക്തമായിട്ട് അറിയാം ഇതുകൊണ്ട് എന്താണ് ലാഭം എന്നുള്ളത്. ഈ ഒരു ഇരട്ടത്താപ്പിൽ ഈ കോൺഗ്രസും CPM അങ്ങോട്ട് ചെല്ലുമ്പോൾ മുനമ്പംകാരുടെ കൂടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. എന്നാൽ പക്ഷെ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഇതിൽ ഇടപെടായിരുന്നു. കാരണം വക്കഭൂമി അല്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരു വാർത്തയിൽ കേട്ടിരുന്നു ഇത് രാജഭരണകാലത്ത് എഴുതി കൊടുത്തതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതമുണ്ട്. അപ്പോൾ ഇത് വക്കഭൂമി അല്ല എന്ന് പറയുന്നിടത്ത് സംസ്ഥാന സർക്കാരിനെ ഇടപെട്ട് അല്ലെങ്കിൽ അത് ആ കേസിൽ ഉൾപ്പെടാറുന്നല്ലോ, അവരതിൽ ഇടപെടുന്നില്ല. അപ്പോൾ ഇവരെല്ലാം ഒരു ഇരട്ടത്താപ്പ്, ഒരു രാഷ്ട്രീയ കളി, വരുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞതുപോലുള്ള ഒരു ഇരട്ടത്താപ്പ് നയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.